നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊടുങ്ങല്ലൂർ സെന്റർ നിർമ്മിക്കുന്ന ഹോസ്പീസ് കെട്ടിടത്തിന്റെ 3ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനവും സ്പോൺസർഷിപ്പുകളുടെ സ്വീകരണവും മുഖ്യ രക്ഷാധികാരികൾ എന്നിവരെ അവരോധിക്കലും ഏപ്രിൽ 11 ശനിയാഴ്ച നടക്കും. രാവിലെ 10-ന് എറിയാട് ചേരമാൻ മൈതാനത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തോടനുബന്ധിച്ച സ്ഥലത്താണ് പരിപാടി. ഹോസ്പീസ് കെട്ടിട നിർമ്മാണത്തിന് കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ, ഗവൺമെന്റ് KVHSS 1976 SSLC ബാച്ച്മേറ്റ്സ് എന്നീ 2 സംഘടനകൾ നൽകുന്ന ഫണ്ട് പരിപാടിയിൽ ഏറ്റുവാങ്ങും. അമീർ അഹമ്മദ് മണപ്പാട്ട് എറണാകുളം, KM അഹമ്മദ് കുഞ്ഞുമാക്കച്ചാലിൽ എറിയാട്, AK സെയ്ദ് മുഹമ്മദ് അയ്യാരിൽ ചെളുക്കയിൽ മേത്തല, ഹംസ അബ്ദുള്ള കൊണ്ടാമ്പുള്ളി കാര കാതിയാളം, PM മുഹമ്മദ് അലി പടിയത്ത് എടവിലങ്ങ്, അലി പത്തായപ്പുരയ്ക്കൽ അഴീക്കോട് എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും KK നജീബ് കൈതക്കപ്പറമ്പിൽ അഴീക്കോട്, മുഹമ്മദ് നിസാർ കറുകപ്പാടത്ത് പുത്തൻവീട് കാക്കനാട്, അബ്ദുൽ നാസർ PI പുന്നിലത്ത് എറിയാട്, ഷഹീദ് സെയ്ദ് മുഹമ്മദ് അയ്യാരിൽ ചെളുക്കയിൽ മേത്തല, മുഹമ്മദ് സഹീദ് അയ്യാരിൽ നെടുമ്പറമ്പ് എറിയാട് എന്നിവർ രക്ഷാധികാരികളായും അവരോധിക്കപ്പെടും. പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആൽഫയുടെ അഭ്യുദയകാംക്ഷികളും ആൽഫയുടെ സന്നദ്ധ പ്രവർത്തകരും സ്റ്റാഫും പങ്കെടുക്കുമെന്ന് സെന്റർ ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് 30 വർഷത്തിലധികമായി നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ വിതരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചു. ട്രസ്റ്റ് ഓഫീസിൽ ആരംഭിച്ച പരിപാടിയിൽ 100 കണക്കിന് പേർ നേരിട്ടെത്തി പെൻഷൻ തുക ഏറ്റുവാങ്ങി. 313 കുടുംബങ്ങൾക്കാണ് പെൻഷൻ നൽകുന്നത്. യാതൊരുവിധ വരുമാനവും ഇല്ലാത്തവരും ജോലി ചെയ്യാൻ ശാരീരികാവസ്ഥയുള്ള ആരുമില്ലാത്ത കുടുംബങ്ങൾക്കായി 1994 മുതലാണ് ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പെൻഷൻ നൽകാൻ ആരംഭിച്ചത്. പ്രതിമാസ പെൻഷന് പുറമെ ഈ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായും മറ്റാവശ്യങ്ങൾക്കായും ട്രസ്റ്റ് സഹായമായി വർത്തിക്കുന്നുണ്ട്. ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, സീനിയർ അക്കൗണ്ടന്റ് ഷപ്ന എന്നിവർ നേതൃത്വം നൽകി. ആൽഫ കുട്ടനാട് സെന്റർ നിർമ്മിക്കുന്ന ഹോസ്പീസ് മന്ദിരത്തിന്റെ ആദ്യ നിലയുടെ കോൺക്രീറ്റിംഗ് നാളെ നടക്കും. 2600 സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കുന്ന ആദ്യ നിലയിൽ ഫിസിയോതെറാപ്പി വിഭാഗത്തിനായി വിശാലമായ ഹാളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ 2 നില കൂടി പൂർത്തീകരിച്ച് കിടത്തി ചികിത്സാ സൗകര്യങ്ങളോടെ ഹോസ്പീസ് പ്രവർത്തനം ക്ഷമമാക്കുമെന്ന് ഭാരവാഹികളായ ചന്ദ്രമോഹൻ നായർ, കൊച്ചുമോൻ തുടങ്ങിയവർ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.